പരിശുദ്ധാത്മാവിൻ്റെ രാത്രി ഈ നാഴികയിൽ നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ? ഈ ഒന്ന് ചിന്തിച്ച് നോക്ക്, ഈ കോവിഡൊക്കെ നിറഞ്ഞു കിടക്കുന്ന സമയത്തല്ലേ ഈ 365 ദിവസവും നമ്മൾ നിന്നത്? ഹല്ലേലൂയ അല്ലേ? അത് എൻ്റെയും നിങ്ങളുടെയും കഴിവല്ല, തമ്പുരാൻ ദയ കാണിച്ചതാണ്. ഹല്ലേലൂയ. ആ ദയ ഇനിയും വിട്ടുമാറുകയില്ല. പർവ്വതങ്ങൾ മാറും, കുന്ന് നീങ്ങും, പക്ഷെ കർത്താവിൻ്റെ ദയ നമ്മളെ വിടുകയില്ല, വിടുകയില്ല, വിടുകയില്ല. വിശ്വസിക്കുന്നവനോടായി അടുത്ത ആണ്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കർത്താവ് പറയുന്നു, വിടുകയില്ല. ആ ദയ നിന്നെ വിട്ടുമാറുകയില്ല. കരമടിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. യാസ് 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 ഷാൽബറഥൂനി റഗൽ കമന ഘടക ശാന്തൽ പ്രൗഢി ബിരി ഘടക റഗൽ കമന ഘടക ഷൈഡി ബിരി ഘടക രാക്ഷസ് കമന ഘടക റിയാംധനെ. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടിരിക്കുക. ചില പ്രിയപ്പെട്ടവരൊന്നും കാണുന്നില്ല, വാഹന സൗകര്യമില്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുവാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ചില എത്ര കേവലം 1 മണിക്കൂർ അല്ലേ, ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. എന്തായാലും വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ രാത്രി 12 മണിയാവില്ലേ? ഇല്ലേ സിസ്റ്റർ? പിന്നെ കുഴപ്പമില്ല, ആരും ഉറങ്ങല്ലേ. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി എല്ലാം ചെയ്തു വയ്ക്കും. ബാക്കിയുള്ളവരൊക്കെ നേരത്തെ കിടന്ന്, നിങ്ങളൊക്കെ 12 മണിയാവും കിടക്കും. എനിക്കറിയാം. ഞാൻ ഇത്തിരി 11:30 കിടന്നാലും പുള്ളിക്കാരത്തി വരുമ്പോൾ 12 മണിയാവും. ഹല്ലേലൂയ. ഏതായാലും അല്പസമയം കൂടെ പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിലായിരിക്കാം. പ്രാരംഭത്തിൽ ഒരു കാര്യം, ഫയറൊന്നും പ്രതീക്ഷിക്കരുത്. ഫയർ പ്രതീക്ഷിച്ചാൽ ഞാൻ പുകയാവും, അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. പകലെന്തായാലും ഒരു അല്പ സെഷൻ കിട്ടി, അതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. അവൻ ഇന്ന് രാത്രി അല്പം വചനത്തിലൂടെ ഒന്ന് മുന്നോട്ട് പോയാൽ നന്നായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുവാണ്. ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്കത് വേണം. വന്ന വഴികളൊന്നും ഓർക്കണം അല്ലേ? പാട്ടിനൊക്കെ ഇടയ്ക്ക് പാടും, വന്ന വഴികൾ ഒന്ന് ഓർത്തിടും. ആ ബ്രദറെ കുറേ നാളല്ലേ കണ്ടിട്ട്, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗ്ലോറി, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വന്ന വഴികൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇത്തിരി നിമിഷം, 10-45 മിനിറ്റ്, അത് കഴിഞ്ഞാൽ നമ്മൾ പുതുവർഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ഈ കടന്നുപോയ വർഷം ചിലർ പറയും അനുഗ്രഹമായിരുന്നെന്ന്, ചിലർ പറയും കർത്താവ് ഇനിപോലൊരു വർഷം ഇനി വേണ്ട, ഇനി തരൂല്ല. ഇത് ലാസ്റ്റ് മൊമെൻ്റാണ്. ഒരു ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിരുന്ന നല്ലത്. ഞാൻ ഒരെണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. നിന്നെന്തായാലും ഇടാൻ പറ്റത്തില്ല, പോയി. ഈ 2023 ലാസ്റ്റ് മൊമെൻ്റൊക്കെ നല്ലത്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ അല്പസമയം നമുക്ക് ഒരുമിച്ചായിരിക്കാം. ആമേൻ. വിശുദ്ധ ബൈബിളിലേക്ക് വരാം. ഒരു വേദഭാഗത്ത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ജസ്റ്റ് ഞാനൊന്ന് കൊണ്ടുവരട്ടെ. ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളൊരു വേദഭാഗത്തിലേക്ക് വരാം. നമുക്ക് പണ്ടൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരാം. അതിൻ്റെ 3-ാമത്തെ അധ്യായം, അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വേഗത്തിൽ ഒരാൾക്കൊന്ന് വായിക്കാം. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം, അതിൻ്റെ 8-ാമത്തെ വാക്യം. വായിച്ചോ? യെസ്. മതി. ബൈബിൾ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് എന്ത് വെച്ചിരിക്കുന്നു? കോടാലി വെച്ചിരിക്കുന്നു. അടുത്തെന്താ പറഞ്ഞ്? നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി എവിടെ ഇടുമെന്ന് പറഞ്ഞു? പിള്ളേരെല്ലാം വളരെ സഹകരിക്കും. ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല, നിങ്ങൾ ഉറങ്ങുന്നതുകൊണ്ട്. ഹല്ലേലൂയ. വെട്ടി എവിടെ ഇടുമെന്ന് പറഞ്ഞു? ഒന്നുകൂടെ ഞാൻ ആ വാക്യം ആവർത്തിക്കുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് പറ കോടാലി, കാണാതെ പഠിക്കണം വാക്യം. ആമേൻ. കോടാലി വച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്തതിനൊക്കെ എന്ത് ചെയ്യാൻ പോവാ? വാവ്. കരങ്ങൾ വെച്ചൊരു ഹല്ലേലൂയ പറ. ഈ കോടാലി എന്തിനു കൊള്ളാം? വെട്ടാനേ കൊള്ളാവും. ഈ കോടാലി വെച്ചാൽ ഒരെണ്ണം രക്ഷപ്പെട്ടിട്ടില്ല. രക്ഷപ്പെടാത്തതിൻ്റെ മേലാണ് കോരാടി വെക്കുന്നത്. ശരിയല്ലേ?
കത്തി വയ്ക്കുന്നത് അങ്ങനെയൊന്നുമല്ല. ആമേൻ. വെട്ടുകത്തി വയ്ക്കുന്നത് അരക്കി വിടാനൊക്കെ വയ്ക്കും. പക്ഷെ കോടാലി വെച്ചാൽ പിന്നെ രക്ഷയില്ലെന്നർത്ഥം. ഈ ആണ്ടിൻ്റെ അവസാനത്തെ മണിക്കൂറിൽ പാസ്റ്റർ ഈ കോടാലി നിർത്തി കളയാവോ എന്ന് ചോദിക്കുന്ന ആരെയുണ്ട് ഇവിടെ? ഇത് അടുത്ത വർഷം വയ്ക്കാതിരിക്കാനാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ച് വെച്ച് നിങ്ങൾ കയറ്റുന്നത്. പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഫയർ പ്രതീക്ഷിക്കരുത്. ഞാൻ പുകയാകുമെന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞു. ആമേൻ. എനിക്കൊന്നുമില്ല ഇതിനകത്തോട്ടൊന്ന് കയറാൻ. അഥവാ എന്തെങ്കിലും വന്നാൽ ഞാൻ പ്രസംഗിച്ചോളാം, അത് വേറെ വിഷയം. പക്ഷെ ഇന്ന് രാത്രി ഈ ഒരു ചെറിയൊരു ചിന്ത നമ്മളൊന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇന്നും കൂടെ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണം എനിക്കിന്ന് ഫ്രീ ആയിട്ട് നടന്ന് ഉറങ്ങാൻ. 40-40 ദിവസമായി ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണ്. ഹല്ലേലൂയ. അവിടുത്തെ ചർച്ചിൻ്റെ പ്രെയർ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഒരു റെസ്റ്റും ഇല്ല, തൊണ്ടയ്ക്കും റെസ്റ്റില്ല. ആമേൻ. ഇടയ്ക്ക് 6 ദിവസം ഉപവാസം കിട്ടിയപ്പോൾ ഞാൻ ഒരല്പം റെസ്റ്റ് കിട്ടി. പക്ഷേ 2 ദിവസം കൊണ്ടുള്ള റെസ്റ്റും കൂടെ അങ്ങ് പോയി. ഞാൻ ഇങ്ങോട്ട് വരട്ടെ. കമാ എന്നാ പറഞ്ഞ് ഇപ്പോൾ തന്നെ ഇവിടെ കോടാലി വെച്ചിരിക്കുന്നു. വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു. എന്തിനാ കോടാലി വെച്ച്? നല്ല ബലം കായ്ക്കാത്ത. എല്ലാത്തിനെയും വെട്ടത്തില്ല. എല്ലാത്തിനെയും വെട്ടുവോ? ഇല്ല. പിന്നെ ആരെയും വെട്ടുന്നേ? നല്ല ബലം കായ്ക്കാത്തതിനൊക്കെ വെട്ടി തീയിലിടും. അടുത്തിരിക്കുന്ന കൈ കൊടുത്തിട്ട് പറ, നല്ലത് കായ്ക്കാത്തതിനെ വെട്ടി തീയിലിടുമെന്ന് പറ. യെസ്. എന്ത് സന്തോഷമാണ് നിങ്ങൾ പറഞ്ഞു. ഹല്ലേലൂയ. ഇനി പറയാം. ഈ വൃക്ഷം ആരാന്നറിയാം? അപ്പുറത്തെ പറമ്പിലെ വൃക്ഷമല്ല, ഇത് ഞാനാ, ഇത് നിങ്ങളാണ്. പരസ്പരം പറഞ്ഞു കഴിഞ്ഞു. നല്ലത് കാച്ചിലേക്ക് എന്ത് ചെയ്യും? ഇപ്പോഴാണ് പിടി കിട്ടി, പറയണ്ടായിരുന്നെന്ന്. ഹല്ലേലൂയ. നല്ല ബലം കായ്ക്കാത്തതൊക്കെ വെട്ടി എങ്ങോട്ടിടാൻ പോവുക? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നല്ലത് കാച്ചാൽ വെട്ടത്തില്ല. ആമേൻ. നല്ലത് കാച്ച എന്ത് ചെയ്യത്തില്ല? വെട്ടത്തില്ല. ഇന്ന് രാത്രി കർത്താവ് പറയുവാണ്, നല്ലത് കായ്ക്കുവാണെങ്കിൽ വെട്ടാതെ നിർത്താം. ഇതെൻ്റെ വചനമല്ല, യേശുവിൻ്റെ വാക്കാണ്. നല്ലത് കായ്ക്കുവാണെങ്കിൽ നിന്നെ വെട്ടാതെ നിർത്താം. വാവ് ശൽബരത്തോനിയ റീബൽ പ്രൗഡിബിരി ഘടക രക്ഷസ്കമന ഘടക ശന്തരധിയാന. ഹല്ലേലൂയ. ആമേൻ. അപ്പം നല്ലത് കായ്ക്കുവാണെങ്കിൽ വെട്ടാതെ. അപ്പം ഈ വൃക്ഷത്തിനൊരു പ്രത്യേകതയുണ്ട്. നല്ലതുകൊണ്ട് മോശവുമുണ്ട്, ഇല്ലേ? നല്ലതുകൊണ്ട്. ഈ വൃക്ഷം എന്ന് പറയുന്നത് ആരാണ്? നമ്മളാണ്. അല്ലാതെ തെങ്ങിനെ നോക്കി വിരൽ ചൂണ്ടി പറയരുത്, റബ്ബറിനെ വിരൽ ചൂണ്ടി പറയരുത്. അതിനെ വിരൽ ചൂണ്ടിയിട്ട് ഒരു അർത്ഥവും ഇല്ല. ഇന്നീ വചനം നിങ്ങളോട് സംസാരിക്കുന്ന വചനമാണ്. അപ്പോൾ വൃക്ഷത്തിൽ എന്തുണ്ട്? നല്ലതുണ്ട്, മോശമുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് എണ്ണയൊക്കെ തേച്ച് നല്ല കുളിയൊക്കെ കുളിച്ച് പാസ്സാക്കി നല്ല ഷർട്ടും മുണ്ടും സാരിയും ചുരിദാറൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്ന് പൗഡറൊക്കെ ഇട്ടേച്ചിരുന്ന നല്ലതാണോ തീയതാണോ എന്നൊന്നും ആരും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? അത് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് അടുത്ത് നോക്കണം. അപ്പോൾ ആളെങ്ങനെയാണെന്ന് മനസ്സിലാകുന്നേ, അല്ലേ? കാഴ്ചയ്ക്ക് ചിലത് മനസ്സിലാകത്തില്ല. പിന്നെ എങ്ങനെ മനസ്സിലാക്കും? ചിലതിൻ്റെ ഫലം കണ്ടാണ് മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ല, ബൈബിളിൽ യേശു പറഞ്ഞ കാര്യമാണ്. വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ആ ഭാഗത്തിലേക്കൊന്ന് വരാം. നമുക്ക് ആമേൻ. മത്തായി സുവിശേഷത്തിലേക്ക് വരാം. 7-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് ജസ്റ്റ് വേഗത്തിൽ ഒന്ന് കടന്നു വരാം. നമുക്ക് മത്തായി സുവിശേഷം 7 അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. ആരുടെ ഫലങ്ങളാൽ? നമ്മൾ നേരത്തെ പറഞ്ഞത് വൃക്ഷം ഒന്നാണല്ലേ. ഈ വൃക്ഷത്തിനെ ആരും അവരെന്ന് പറയത്തില്ല. പറയോ? ഈ പുളിമരത്തിന് നിങ്ങൾ കൊള്ളാം കേട്ടോ പറയോ നിങ്ങൾ? ഹല്ലേലൂയ. ചക്ക കായ്ക്കുന്ന മരത്തിന് നിങ്ങൾ നല്ല സുന്ദരനാ കേട്ടോ കൊള്ളാം പറയോ? ഇല്ല. ഈ അവരെന്ന് പറഞ്ഞെങ്കിൽ അത് മരത്തെയല്ല, മറിച്ച് മരത്തെ പോലിരിക്കുന്ന നമ്മളെയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇങ്ങനെ പോവുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാ, ആമേൻ. ഈ മരത്തെ പോലിരിക്കുന്ന നമ്മൾ നോക്കിയിട്ട് പറയുക അവരെ, അല്ലേ? ബൈബിൾ പറയുന്നത് അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെന്ത് ചെയ്യും? തിരിച്ചറിയും. അപ്പം ഫലം ഉണ്ടെങ്കിൽ മനുഷ്യരെ തിരിച്ചറിയാൻ പോവാണ്. നല്ലതാണോ മോശമാണോ? ഒന്നുകൂടെ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ. കമാൺ കമാൺ കമാൺ. ഫലം കൊണ്ട് തിരിച്ചറിയാൻ പോവുക. ശ്രദ്ധിക്കണേ. അടുത്തെന്നാ പറഞ്ഞ്? മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞീലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ പറയാം. നമുക്ക് ഈ മുള്ളും ഞെരിഞ്ഞീലും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. റബ്ബർ മരത്തിൽ നിന്ന് തേങ്ങ വെട്ടാൻ പറ്റുമോ? അപ്പോൾ മനസ്സിലായല്ലോ. തേങ്ങാ മരത്തിൽ നിന്ന് ചക്ക പറിക്കാൻ പറ്റുമോ?
ഹല്ലേലൂയ. സത്യം പറയാമല്ലോ, അതിൻ്റെ ഫലങ്ങളുണ്ട്. ആമേൻ. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ മക്കളെ, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും കേട്ട് മനസ്സിലാക്കണം. പിള്ളേരടക്കം കേട്ട് മനസ്സിലാക്കാനാ സിമ്പിളായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. അപ്പോൾ ബൈബിൾ പറയുവാണ്, വൃക്ഷങ്ങളെ തിരിച്ചറിയുന്നത് ഫലങ്ങൾ കൊണ്ടാണ്. നല്ലതാണോ തീയതാണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഫലം നോക്കിയിട്ടാ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഫലം കാണുമ്പോഴാ നീ എന്ന വൃക്ഷം നല്ലതാണോ മോശമാണോ എന്ന് ആര് തിരിച്ചറിയുന്നേ? ദൈവം തിരിച്ചറിയുന്നത്. ഇന്ന് രാത്രിയിലും കർത്താവ് പറയുന്നു, നല്ല വൃക്ഷങ്ങളാണെങ്കിൽ ദൈവം കോടാലി വയ്ക്കത്തില്ല. മോശപ്പെട്ട ഫലങ്ങളാണെങ്കിൽ ചിലപ്പോൾ തമ്പുരാൻ കോടാലി വെച്ചെന്നിരിക്കും. ഹല്ലേലൂയ. അടുത്ത് എന്നാ പറഞ്ഞേ? അടുത്ത ആ വാക്യത്തിൽ തന്നെ അടുത്ത് പറഞ്ഞേ, വായിക്കാം. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ പ്രത്യേകത എന്നേ ഉള്ളൂ. നല്ല വൃക്ഷം നല്ല ഫലം തരുമ്പോൾ ആകാത്ത വൃക്ഷം ആകാത്ത ഫലം തരും. മനസ്സിലാവുന്നുണ്ടോ? വൃക്ഷങ്ങളെ തിരിച്ചറിയുന്നത് ഫലം കൊണ്ടാണ്. നല്ലതാണോ മോശമാണോ എന്നെങ്ങനെ തിരിച്ചറിയാം? ഫലം കണ്ട് തിരിച്ചറിയാം. ഫലം നമ്മൾ നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ 2 ടൈപ്പ്. പപ്പായ മരം കണ്ടിട്ടുണ്ടല്ലോ, സിമ്പിളായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് പിടിക്കുന്ന സാധനം അല്ലേ, പപ്പായ, പപ്പങ്ങ, അത് തന്നെ. ഹല്ലേലൂയ. ഇത് നമ്മുടെ പറമ്പിലൊക്കെ വിത്ത് വിഴുന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പിടിക്കും അല്ലേ. ഇത് ഒരു 1-2 മാസം ആകുമ്പോൾ എന്ത് ചെയ്യും? ഇത് വളർന്നിട്ട് അതിൽ കാ വരും, നമുക്കറിയാം. ഇനി ചില പപ്പായ ഇത് വളർന്ന് ഇതിനെ കാ വരേണ്ട സമയമാകുമ്പോൾ ആദ്യം പൂ വരും. നമ്മൾ വിചാരിക്കും, ഇപ്പം വലിയ പപ്പങ്ങ, പുതിയ പേരൊക്കെ ഉണ്ട്. പപ്പായുടെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. എന്തോ സിസ്റ്റർ? റെഡ് ലേഡി. ഹല്ലേലൂയ. ആ സഹോദരി ഒരെണ്ണം കൊണ്ടുവന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. അപ്പോൾ ഇങ്ങനെ പുതിയ ഇനങ്ങളുണ്ട്, പോട്ടെ. അപ്പോൾ ഈ വേറൊരെണ്ണം പപ്പായയിൽ ആദ്യം ഇങ്ങനെ പൂ വരും അല്ലേ. നമ്മൾ വിചാരിക്കും നാളെ ഇത് കായാവുമെന്ന്. പക്ഷേ ഇതിൻ്റെ അകത്തുനിന്നൊരു തണ്ട് ഇങ്ങനെ തള്ളി ഇങ്ങനെ നിർത്തിയിട്ട് ആ പൂവിനെങ്ങനെയൊക്കെ പിടിച്ചു വച്ചേക്കും. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും അടുത്തതല്ലെങ്കിലും ചിലപ്പോൾ വരുമായിരിക്കും. ഒരു 2-3 ഇലയൊക്കെ നോക്കും, ഒന്നിന് പകരം ഒരു 100 പൂ ഇങ്ങനെ എല്ലാത്തിലും തള്ളി നിൽക്കും. നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ജന്മത്തിൽ ഇത് കാക്കിയല്ല, ഇത് പൂക്കാനേ ഉള്ളാവും. ഹല്ലേലൂയ. ഈ പൂത്തു മാത്രം നിൽക്കുന്നതിന് വെള്ളം ഒഴിച്ച ആരെങ്കിലും ഉണ്ടോ? അവരെ മാത്രം കൈവയ്ക്ക് നോക്കട്ടെ. നല്ല മനസ്സാണ് നിങ്ങൾക്ക്. വെള്ളം ഒഴിക്കുക ബ്രദറെ. കായില്ലാത്ത പപ്പങ്ങയെ നമ്മൾ എന്നാ പറയും? ഒരു ദിവസം 2-3 മാസമായി ഇവിടെ കിടന്ന് നമ്മളായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുക. അങ്ങോട്ടൊരു വെട്ടുകത്തി ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് അടുത്ത് പോയിട്ട് എൻ്റെ ഇതിനെ 10-15 കഷ്ടമായിട്ട് വെട്ടി അടുത്ത തെങ്ങിനങ്ങ് വളവിടും. നിങ്ങളിത് ചെയ്യുമോ? ഇത് ചെയ്യുമോ? ചെയ്യുമല്ലോ. സഹോദരിമാർ ചെയ്യും. അപ്പോൾ സഹോദരിമാർ ചെയ്യില്ലേ? നമ്മൾ ചെയ്യുമെങ്കിലേ നമ്മൾ അപ്പം ഇതിൻ്റെ അപ്പുറവും ചെയ്യും. നമുക്കൊരപ്പമുണ്ട്. ആരാ? ഉൽപ്പത്തിയിൽ വായിച്ചു നോക്കണം. ഞാൻ എൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഏകദേശം അതുപോലെയാണ് നമ്മളെ സൃഷ്ടിച്ച. അപ്പോൾ എൻ്റെ സ്വഭാവം എൻ്റെ അപ്പനുണ്ട്. പിടി കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്? എൻ്റെ സ്വഭാവം എൻ്റെ അപ്പനുണ്ട്. അങ്ങനാണെങ്കിൽ നമ്മൾ വെട്ടുമെങ്കിൽ അപ്പനും വെട്ടുമെന്ന ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ആരുടെയൊക്കെ കൈമാറുകയാണ്. ആമേൻ. കോടാലി വെച്ചത് വെട്ടാനാണെങ്കിൽ ആമേൻ, നല്ല ഫലം കായ്ച്ചാൽ ആ കോടാലി മാറ്റാൻ പോവുക. ആമേൻ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയയോടെ പറ. നമുക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ എന്തായാലും അപ്പൻ്റെ സ്വഭാവം കാണാം. അപ്പൻ്റെ സ്വഭാവം നമുക്ക് കിട്ടിയ ചിലരൊക്കെ പറയും അപ്പൻ്റെ സ്വഭാവം അതുപോലെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ആലോചിക്കണം. ശരിയാണല്ലേ, എനിക്ക് അമ്മയുടെ സ്വഭാവമില്ലേ? അങ്ങനെ ആവട്ടെ. ആമേൻ. അപ്പൻ്റെ സ്വഭാവം അതുപോലെ. അപ്പം നമ്മൾ വെട്ടുമെങ്കിൽ പിന്നെ അപ്പം വെട്ടാതിരിക്കുമോ? ചുമ്മാ അതെല്ലാം എഴുതി വെച്ചേക്കുന്ന ഞാൻ വെട്ടുന്ന വെട്ടുകത്തി ഉണ്ടല്ലോ, കോടാലി ഉണ്ടാ എന്ന് പറഞ്ഞ് ഇനി ഞാൻ കോടാലി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കത്തില്ലെന്നർത്ഥം. ഹല്ലേലൂയ. എന്താ അടുത്ത വാക്യത്തിലേക്ക് ഒന്ന് വരാം നമുക്ക്. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുക ഇല്ല. അടുത്ത കണ്ടോ, മത്തായിലും പറയുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടിത്തീയിലിടുന്നു. ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തിയിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
ആവർത്തിച്ചു പിന്നെയും പറയുന്നു, എല്ലാത്തിനെയും വെട്ടത്തില്ല, നല്ല ഫലം കായ്ക്കാത്തതിനെ വെട്ടി തീയിലിടും. കിട്ടിയോ നിങ്ങൾക്ക്? നിങ്ങൾ ഉറങ്ങിയോ? ഫ്രണ്ടിൽ ഉറങ്ങിയിട്ടില്ല, ബാക്കിൽ ഉറങ്ങിയോ? ഹല്ലേലൂയ. ഉറങ്ങല്ലേ, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ആമേൻ. ഒന്നത് ഞാൻ ഉറങ്ങി നിൽക്കുവാണ്, നിങ്ങളും കൂടെ ഉറങ്ങിയാൽ പിന്നെ നമുക്ക് ന്യൂ ഇയർ ഉറങ്ങിപ്പോവും. ഹല്ലേലൂയ. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും എന്ത് ചെയ്യാൻ പോവാ? മക്കൾ പറ, എവിടെ പോവാ? തീയിൽ പോവും. അവനെല്ലാം കേട്ട് പഠിച്ചിരിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാം പഠിക്കണം. എന്നിട്ട് എങ്ങനെ കഴിക്കണം? നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളാകണം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് കൈമാറുകയാണ്. നല്ല ഫലം കായ്ക്കാത്തതിനൊക്കെ എന്ത് ചെയ്യാൻ പോവും? വെട്ടി തീയിലിടാൻ പോവുക. ആമേൻ. നമ്മളങ്ങനെ ചെയ്യുമെങ്കിൽ നമ്മുടെ പിതാവ് അത് തന്നെ ചെയ്യും. ആമേൻ. നമ്മുടെ സ്വഭാവം അങ്ങനാണെങ്കിൽ പിതാവിൻ്റെ സ്വഭാവം അത് തന്നെ. ആകയാൽ, അടുത്ത വാക്യം എന്ന് പറഞ്ഞു, ആകയാൽ അവരുടെ ഫലത്താൽ അവരെ തിരിച്ചറിയാം. കണ്ടോ, ദൈവവചനം പറയുക എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഫലം കൊണ്ട് അവരെ തിരിച്ചറിയാൻ പറ്റും. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വൃക്ഷത്തിന് സമമായി നിങ്ങളെ വിളിച്ചിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഫലം കൊണ്ട് നിങ്ങളെ തിരിച്ചറിയാം. അപ്പോൾ ഫലം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? തിരിച്ചറിയാം. ഇന്ന് ഈ 2023 ലാസ്റ്റിൽ കർത്താവ് പറയുക, ഫലം കൊണ്ട് ഞാൻ ചിലതിനെ തിരിച്ചറിയാൻ പോവുക. കാരണം ഫലമില്ലാതാർക്ക് നിൽക്കാൻ പറ്റത്തില്ല. ദൈവവചനം പറയുന്നു, ഫലമില്ലാതാർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് ഈ വൈകിയ സമയത്തും ഈ അർദ്ധരാത്രിയിൽ അടയ്ക്കുന്ന സമയത്തും കർത്താവ് പറയുക, ഫലമുണ്ടെങ്കിൽ ഞാൻ നിർത്തും, ഇല്ലെങ്കിൽ ചുമ്മാ സ്ഥലം വേസ്റ്റ് ആക്കത്തില്ല. കർത്താവ് ചില തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനം മാറ്റാൻ റജി പാസ്റ്റർക്കും പറ്റുകയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ചുമ്മാ പറഞ്ഞൊന്നുമല്ല. ഒരു വാക്യം കൂടെ വായിക്കാം നമുക്ക്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വരാം നമുക്ക്. മതി. അവിടെ ഇങ്ങനെ പറഞ്ഞു, തോട്ടക്കാരൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അടുത്തെന്നാ പറഞ്ഞ്, അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം ഇങ്ങനെ പറയുന്നു, തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു, അതിൽ ഫലം തിരഞ്ഞു വന്നു, പക്ഷെ എന്ത് ചെയ്തില്ല? കണ്ടില്ല. അടുത്ത ബൈബിൾ പറയുവാണ്, ആമേൻ, കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറഞ്ഞിട്ടുണ്ടാ, അവൻ തോട്ടക്കാരനോട്. അപ്പൊ അതിനകത്ത് 2 ആൾക്കാരുണ്ട്, ഒന്ന് അവനും മറ്റൊന്ന് തോട്ടക്കാരനും. അതാരാ ഇതൊക്കെ? ഈ അവനും എന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് യജമാനനാണ്, അല്ലേ? ഇതിനൊക്കെ ഒരു യജമാനനുണ്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇനിയിപ്പോൾ യജമാനൻ്റെ കാര്യമൊക്കെ പറഞ്ഞു എന്നെടുത്തി ഹല്ലേലൂയ. 2 കാര്യം കൂടെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നല്ല 1-2 കാര്യങ്ങളുണ്ട്. അതുകൂടെ കേൾക്കുമ്പോൾ നമുക്ക് ദൈവശക്തിയൊക്കെ വരും. ഉള്ളത് പോവാതിരുന്നാൽ മതി. യജമാൻ ഒന്ന്, അവനെന്ന് ഉദ്ദേശിച്ചത് ആരാണ്? മക്കളെ, ഹല്ലേലൂയ, പുതിയ വർഷം വരാൻ പോവാണ്. അപ്പോ അവനെന്ന് ഉദ്ദേശിച്ചത് ആരാണ്? യജമാനൻ. അടുത്തെന്നാ പറഞ്ഞ ഒരു തോട്ടക്കാരൻ. ഈ അവൻ എന്ന് ഉദ്ദേശിച്ചത് യജമാനനും തോട്ടക്കാരൻ ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം ഒന്ന്, യജമാനൻ ദൈവമാണ്, ഇവിടുത്തെ തോട്ടക്കാരൻ ക്രിസ്തുവാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, യജമാനൻ ദൈവമാണ്, ഇവിടുത്തെ തോട്ടക്കാരൻ ക്രിസ്തുവാണ്. അത് പറയാൻ കാരണമുണ്ട്, അതുകൊണ്ട് താഴോട്ട് പോകാനല്ലേ മനസ്സിലാക്കത്തുള്ളൂ. അപ്പോൾ യജമാനൻ നോക്കി വെച്ച് പറയട, 3 വർഷമായി ഞാൻ ഫലം തിരയുക. ശരിയല്ലേ? 2020 തുടങ്ങിയതോ കോവിഡ്, ഇപ്പൊ 2023 തീരുക, എന്നിട്ടും ഫലമില്ല ഒരുത്തരും. ഹല്ലേലൂയ. ഏതാണ്ട് 3 വർഷം പിടിച്ചു. ഇപ്പൊ കർത്താവ് പറയാ, അത് കണ്ടിട്ടെങ്കിലും ചിലത് ഫലം ഉണ്ടോ? അപ്പൊ യജമാനൻ പറയുന്ന വാക്ക് തോട്ടക്കാരനോട് പറയുന്നതാ, ഒരു ഫലവും കാണുന്നില്ല, അതുകൊണ്ട് കാര്യം ചെയ്യും, ഇപ്പോൾ അതിന് എന്ത് ചെയ്യണം? വെട്ടിക്കളക. ഈ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത സംഭവിച്ചതാ, ഈ തോട്ടക്കാരൻ കയറി ഇടയിൽ നിൽക്കുക. ഇടയിൽ നിന്നിട്ടൊരു കാര്യം പറഞ്ഞു, യജമാനനെ,
ഞാൻ അതിന് ചുറ്റും കിളച്ച വളം ഇടുവോളം 2024 കൂടെ നിൽക്കട്ടെ. ശരിയല്ല? അങ്ങനെയല്ലേ? ആ, ഒരാണ്ട് കൂടെ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതോ നിങ്ങൾ ഉറങ്ങി തുടങ്ങിയോ? ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് ഇതും വേണം. ഈ ഫയർ മാത്രമായി പോയാൽ അടുത്ത വർഷം ആകുമ്പോൾ കർത്താവ് നമ്മളറിയാതെ കോടാലി കൊണ്ട് വയ്ക്കും. റജിപ്പാസും അറിയില്ല കോടാലി വയ്ക്കുന്നത്. ആമേൻ. സത്യം പറയാമല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ചെത്തിമിനിക്ക് പോയാൽ നന്നായിരിക്കും. ഇതുവരെ കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് ചെത്തി മിനുക്കുമ്പോൾ ചിലപ്പോൾ വേദനയൊക്കെ തോന്നുമായിരിക്കും. ഒന്നും എൻ്റെ അഭിപ്രായമല്ല, ഇതെല്ലാം ബൈബിളിൻ്റെ കാര്യങ്ങളാണ്. കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ. ഈ പ്രസംഗിക്കുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടാറില്ല. സത്യമാണ് ഞാനീ പറയുന്നത്. അനുഭവങ്ങൾ പലതുണ്ട്. ഈ പ്രസംഗിക്കുമ്പോൾ ചിലർക്ക് തോന്നും പാസ്റ്റർ എന്നെക്കുറിച്ചാണ് പ്രസംഗിച്ചതെന്ന്. അങ്ങനെ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാം. അതുകൊണ്ട് ഞാൻ അധികം ഈ പ്രസംഗിക്കാറില്ല. പിന്നെ ഇന്ന് രാത്രി ഞാൻ ഈ പ്രസംഗം അങ്ങ് പ്രസംഗിച്ചു പോവുക. ഇതിപ്പോൾ ലാസ്റ്റല്ലേ, നമ്മൾ അടുത്ത വർഷം പുതിയതാകാൻ പോവുകയാണ്. ഒന്ന് ചെത്തി മിനിക്കുന്നതൊക്കെ നല്ലതാ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് എന്നാ പറഞ്ഞേ? ആമേൻ. ഈ തോട്ടക്കാരൻ എന്നാ പറഞ്ഞേ? ഇടയിൽ നിൽക്കുന്ന മധ്യസ്ഥൻ, അതാണ് തോട്ടക്കാരൻ ഒരാണ്ട് കൂടെ നിൽക്കട്ടെ. ഞാൻ കിളച്ച വെള്ളമൊഴിച്ച് വളമിടുവോണം. പിന്നെ എത്ര വർഷം കൂടെ? 1 വർഷം കൂടെ എന്ന് പറഞ്ഞാൽ അടുത്തൊരു 12 മാസം കൂടെ യജമാനനെ ഞാൻ നോക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ പുറത്ത് കോടാലി വയ്ക്കാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ആരോട് പറയുവാണ്? ഇടയിലെ മധ്യസ്ഥം നിനക്ക് വേണ്ടി ഒന്ന് യാചിക്കുവാണ് അപ്പനോട്. 1 വർഷം കൂടെ എന്ന് പറഞ്ഞാൽ 2024 നിനക്ക് തരാൻ ദൈവം പ്രാമേൻ ഇടയിൽ നിന്ന് പറയുവാണ്. ഫലം കായ്ക്കുമെങ്കിൽ അവൻ നിൽക്കട്ടെ, ഇല്ലെങ്കിൽ അടുത്ത ഡിസംബർ നമുക്ക് നോക്കാം. ഹല്ലേലൂയ. അല്ലേ? അടുത്ത ഡിസംബർ, അതല്ലേ 1 വർഷം എന്ന് പറഞ്ഞേ. ആമേൻ. കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പ്രസാദ് പറഞ്ഞു, നമ്മൾ വളമിട്ട് നിർത്തി കഴിഞ്ഞാൽ ഒരു പരിധിയുണ്ട് ഇല്ലേ? അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത വളവാ. കർത്താവ് നമ്മളോട് പറയുക, ഒരു പരിധിയുണ്ട്. 3 വർഷം ദൈവം സഹിച്ചു, പിന്നെ ഒന്നുകൂടെ ആരുടെയും മധ്യസ്ഥത്തിൽ അങ്ങ് വിടും. അത് കഴിഞ്ഞാൽ ദൈവത്തിനും പരിധിയുണ്ട്. മനസ്സിലാവുന്നെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. 1 വർഷം കൂടെ. ഈ തോട്ടക്കാരൻ പറഞ്ഞ എന്നാന്നറിയോ? കർത്താവേ, ഞാനാ ഇതിൻ്റെ മൂട് കിളച്ചേ, ഞാനാ ഇതിന് ഫാക്ട് ആൻഡ് പോസ്റ്റ് 50-50 ഇട്ടത്. 50-50 ഉണ്ടോ എന്തോ അറിയത്തില്ല. ആ പോട്ടെ, ഏതായാലും ഞാനാ ഇതിന് വളവിട്ട്, ഞാനാ ഇതിന് വെള്ളം ഒഴിച്ച്, ഞാനാ ഇതിന് വേലി കെട്ടിയേ, ഞാനാ പലതും ചെയ്ത്. ഈ സങ്കടം എനിക്കേ അറിയാവോ. ഒന്നുകൂടെ ഞാൻ തിരുത്തി പറയാം. കർത്താവേ, ഞാനാ അവർക്ക് വേണ്ടി കരഞ്ഞ്, ഞാനാ മുട്ടുക നിന്നേ, ഞാനാ ഉപവസിച്ച്, ഞാനാ അവർക്ക് വേണ്ടി ഓടിയേ, ഞാനാ എൻ്റെ സമയത്തെ കളഞ്ഞ്. അപ്പാ, 1 ദിവസം കൂടെ, 1 വർഷം കൂടെ ഒന്നും നിൽക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെയാ അമേൻ. ആ യജമാനനോട് ആര് പറഞ്ഞ? തോട്ടക്കാരൻ പറഞ്ഞത്, ഒരാണ്ട് കൂടെ നിൽക്കട്ടെ, ഒരാണ്ട് കൂടെ നിൽക്കട്ടെ. ഫലം തന്നില്ലെങ്കിൽ അടുത്ത ആണ്ട് നമുക്ക് വെട്ടാം. ഹല്ലേലൂയ. ഒരാണ്ട് കൂടെ അല്ലേ? ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ മധ്യസ്ഥതയുമാണ് അടുത്ത വർഷത്തെ ദൈവം നമുക്ക് ദാനമായി തരുന്നത്. മനസ്സിലായെങ്കിൽ ഒരു കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയോടെ പറഞ്ഞ് ആമേൻ. അപ്പം ബൈബിൾ എന്ന് പറഞ്ഞു, ഞാൻ അതിനെ ചുറ്റി കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. അടുത്ത വാക്യം എന്നാ പറഞ്ഞേ? ഒരു ചെറിയ പ്രതീക്ഷ, മേലാൽ കായ്ച്ചെങ്കിലോ. ഈ 3 വർഷം വളമിട്ടിട്ടും വെള്ളമൊഴിച്ചിട്ടും കിട്ടാത്തൊരു ചെറിയ പ്രതീക്ഷ നിന്നോട് ദൈവത്തിനുണ്ട്. മേലാൽ കായ്ച്ചെങ്കിലോ. ഇന്ന് രാത്രി ശബ്ദം കേൾക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ തീരുമാനിക്കുക, കർത്താവേ, ഈ നട്ടതും വെള്ളമൊഴിച്ചതും വളമിട്ടതും വൃഥാവായി പോകത്തില്ല. ഞാൻ കായ്ക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരുടെക്ക് കൈമാറുന്നു. കായ്ക്കുവാൻ തക്കവണ്ണം ഫലമുള്ള വൃക്ഷമാകുവാൻ ഈ
രാത്രി നീ തീരുമാനിക്കുമെങ്കിൽ കർത്താവ് പറയുന്നു, വച്ച കോടാലിയെ അവൻ ദൈവം എടുത്തു മാറ്റാൻ പോവുകയാ. ഫലമുള്ളതിന് ആരും മുറിക്കത്തില്ല, ഫലമുള്ളതിന് ആരും തീക്കിരയാക്കത്തില്ല, ഫലമുള്ളതിന് ആരും നശിപ്പിക്കത്തില്ല. ഇന്ന് രാത്രി കേൾക്കുന്നവർക്ക് മനസ്സിലായെങ്കിൽ ആ കരങ്ങളെ തട്ടി ആ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. Come on, come on, come on, church. Shabarakhamana sekeriam thenia. Rebel proudi birigadaga rakshaskamana gadaga riamthana. Rebel proudi birigadaga si. Hallelujah. കരമുയർത്തിയിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ കർത്താവ് പറയാം, മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? അടുത്ത ആണ്ട് നമുക്ക് വെട്ടാം. അപ്പൊ കോടാലി വെച്ചതിൻ്റെ പിന്നിൽ തോട്ടക്കാരൻ പറയുന്നു, മധ്യസ്ഥതകൾ പലതും കഴിഞ്ഞിരിക്കുക, ആണ്ടുകൾ ചിലത് കഴിഞ്ഞിട്ടാ കോടാലി വെച്ചത്. ഇനി ആ കോടാലി വെക്കുന്നതിന് ലക്ഷ്യമെന്ന് പറയുന്നത് നിർത്താനല്ല, കത്തിക്കാനാണ്. അല്ലേ? വെട്ടുകത്തിയാണെങ്കിൽ പിന്നെയും സഹിക്കാം. ഈ കോടാലിക്കും വെട്ടുകത്തിയും തമ്മിൽ വ്യത്യാസം. കോടാലി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം കൊള്ളില്ല. വെട്ടുകത്തിയാണെങ്കിൽ കുഴപ്പമില്ല, നന്നാക്കാൻ വേണ്ടി വെക്കാറുണ്ട്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. നമ്മുടെ നാട്ടിലൊക്കെ ചില വൃക്ഷങ്ങളുണ്ട്. എന്നാ പറയും, ആഞ്ഞില്, പിന്നെ പ്ലാവിന് ചക്കയ്ക്ക് വേണ്ടി വെക്കുന്നെങ്കിലും പറയാം, പോട്ടെ, ചീലാന്തി, ഇങ്ങനെയുള്ള പല പല വൃക്ഷങ്ങളുണ്ട്. ഇതെന്തിനാണ് നമ്മൾ വളർത്തുന്നത്? അയണിച്ചക്ക കഴിക്കാനോ? അയണിച്ചക്ക കഴിക്കാൻ വേണ്ടി മാത്രം വളർത്തുന്നുണ്ട് പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ എടുത്തോളാം. അത് തടിക്ക് വേണ്ടിയാണ് വളർത്തുന്നത് അല്ലേ? അതിനെ നമ്മൾ വിട്ടേക്കുന്നത് നല്ല തടി കിട്ടും, നല്ല അതിനകത്ത് നല്ല സാധനം കിട്ടും, നമുക്കറിയാം. ഈ ചിലരെന്നാ ഇത് വളർത്താൻ വേണ്ടി നന്നായിട്ട് വളരണമെങ്കിൽ, ഈ മഹാഗണി അറിയാമല്ലോ, ഇത് നന്നായിട്ട് വളരണമെങ്കിൽ മഴയൊക്കെ വിഴുന്ന് കഴിയുമ്പോൾ ഇങ്ങനെ വിശാലമായിട്ട് ചില്ലയൊക്കെ വിരിച്ചങ്ങ് വരും. പക്ഷേ സാധാരണ ഈ ഇടസമയത്ത് നമ്മളങ്ങോട്ട് കയറിയിട്ട് ഈ കൊമ്പരക്കി വിടും. ഏർപ്പാടില്ലേ അങ്ങനെ? നമ്മുടെ നാട്ടിലൊരു പരിപാടിയുണ്ട്, കൊമ്പരക്കും. ഈ അരക്കാൻ ഉപയോഗിക്കുന്നത് കോടാലിയല്ല, വെട്ടുകത്തിയാണ്. എന്തിനാ അരക്കുന്നേ? പട്ടുപോകാനല്ല. എന്തിനാ അരക്കിയേ? വേദനയുണ്ടാകും, പക്ഷെ നശിപ്പിക്കാനല്ല. പിന്നെയോ നീ നല്ലൊരു വൃക്ഷമായി മാറാനാ. വചനത്തിനകത്ത് ചിലപ്പോൾ ഒരരക്കൽ പോലെ നിനക്ക് തോന്നിയാൽ പരിശുദ്ധാത്മ പറയുന്നു, തകരാനല്ല, തകർക്കാനല്ല, പിന്നെയോ നിന്നെ നല്ല ഒരു വൃക്ഷമാക്കി മാറ്റുവാനാ ആ കത്തി അവിടെ വയ്ക്കുന്നതെന്ന് മറന്നു പോകരുത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ ആമേൻ, നിന്നെ അത് ആമേൻ അങ്ങനെ ചെയ്തത് ഒരു വളർച്ചയുണ്ടാകാനാണ്. ഹല്ലേലൂയ അല്ലേ? വളർച്ചയുണ്ടാകാനാ. അപ്പോ ബൈബിൾ പറയുന്നു, ഈ കോടാലി വയ്ക്കുമ്പോൾ വച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കത്തിക്കാനേ കൊള്ളാവും. കാരണം നല്ല ബലമില്ലാത്തത് കൊണ്ടാണ് എന്തു വെച്ച്? കോടാലി വെച്ചത്. ആമേൻ. നല്ല ബലമില്ലാത്തത് കൊണ്ടാണ് കോടാലി വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാകും, പാസ്റ്ററെ ഇനി എന്തു ഫലമാണ് നമ്മൾ കായ്ക്കേണ്ടേ? ചിലർക്കൊരു തോന്നലൊക്കെ ഉണ്ട്, ഈ ഫലം കായ്ക്കണമെന്നൊക്കെ പറയുമ്പോൾ ചക്ക കൊണ്ടുവന്നാൽ മതിയോ ചർച്ചിൽ? 2 തേങ്ങ കൊണ്ടുവന്നാൽ മതിയോ ചർച്ചിൽ? ഈ ഫലം ഒന്നും ദൈവത്തിന് വേണ്ട, അത് കൊണ്ടുവന്നാൽ ഞാൻ കഴിക്കുക, അത്രയേ ഉള്ളൂ. കർത്താവ് ചോദിക്കുന്നൊരു ഫലമുണ്ട്. കേൾക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ഉറങ്ങുന്നവരെ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ചെറുതായിട്ട്, കുഴപ്പമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. 11:30 ആയില്ലേ? സ്വാഭാവികമാണ്. ഞാൻ 12:30 കഴിയുമ്പോൾ 12 മണിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങുന്നതുകൊണ്ട് എനിക്കതൊന്നൊരു വിഷയമല്ല. നിങ്ങൾക്ക് വിഷയമല്ലല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ കാണുമ്പോഴെനിക്ക് പ്രസംഗിക്കാൻ തോന്നുന്നത്. ആമേൻ. അപ്പോൾ ഫലം എന്താണ് അറിയണ്ടേ? വൃക്ഷം എന്ന് മാത്രം വൃക്ഷം പോലെ നിന്നാൽ മാത്രം പോരാ. ചിലപ്പോൾ ഇരിക്കും വെട്ടിയിട്ട വൃക്ഷം പോലെ കിടക്കുകയും ചെയ്യും ചിലപ്പോൾ. ആമേൻ. പക്ഷേ കർത്താവ് പറയുക, വൃക്ഷമായാൽ എന്ത് വേണം ബ്രദറെ? ഫലം വേണം. എന്ത് വേണം? ഫലം വേണം. ആമേൻ. പരിശുദ്ധാത്മ പറഞ്ഞ ഫലം ഉണ്ടെങ്കിലേ നിന്നെ നിർത്തത്തുള്ളൂ. ഫലം ഉണ്ടെങ്കിലേ നിനക്ക് നിൽക്കാനുള്ള യോഗ്യതയുള്ളൂ. ഫലമില്ലെങ്കിൽ 2-3 കൊല്ലം കഴിയുമ്പോൾ കോടാലിയും കൊണ്ട് നിന്റെ തോട്ടക്കാരൻ വരും. തോട്ടക്കാരനെ സ്വോത്രക്കാറ്റ് കൊടുത്താലും പറയും, ഇല്ല പറ്റത്തില്ല കേട്ടോ, ഈ യജമാനൻ പറഞ്ഞു ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വോത്രക്കാഴ്ചയും നിൽക്കത്തില്ല, ദശാംശത്തിലും നിൽക്കത്തില്ല. ഒരു വലിയ പറഞ്ഞില്ലല്ലോ നിങ്ങൾ. ഹല്ലേലൂയ. തോട്ടക്കാരൻ
ആദ്യം ചിലപ്പോൾ പറയും ഒന്ന് മധ്യസ്ഥ ചെയ്തില്ലേ, കഴിഞ്ഞ വർഷം മധ്യസ്ഥ ചെയ്തില്ലേ, ഈ 2024 കൂടെ തീരുമ്പോൾ ഒന്ന് മധ്യസ്ഥ ചെയ്തെന്ന് പറഞ്ഞാൽ അവസാനം യജമാനൻ പറയും വെട്ടിക്കളകാന്ന് പറഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടുകയില്ല, പുള്ളി വെട്ടും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, അപ്പോൾ ഈ ഫലം വേണം. എന്തു ഫലമാ വേണ്ടേ? കേൾക്കണ്ടേ മക്കളെ? വായിക്കാം ഗലാത്യർ ലേഖനം 5-ാം അധ്യായം. അതിൻ്റെ ആർക്കൊക്കെ ഫലങ്ങൾ അറിയാം, അത് നേരത്തെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുക. 22-ാമത്തെ വാക്യം. എന്തിൻ്റെ ഫലം? ആത്മാവിനാണ് ഫലമുള്ളത്, അല്ലാതെ തെങ്ങിന് ഫലമില്ല. തെങ്ങിന് തേങ്ങയുണ്ട്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. തെങ്ങിന് ആത്മാവില്ല. ഉണ്ടോ? എന്നെ കേൾക്കുന്നു നിങ്ങളൊന്ന് പറയണേ. പ്ലാവിന് ആത്മാവുണ്ടോ? അതുകൊണ്ടാണ് ഈ വൃക്ഷം നമ്മളെക്കുറിച്ചെന്ന് പറഞ്ഞ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഒരുപാട് ഭൂതങ്ങൾ ഇളകിയിട്ടുണ്ട്. ഈ ഭൂതങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാരുടെ ശക്തിയാണ്, ഇന്നാരുടെ പേരും പറഞ്ഞ് ഇന്നാരുടെ പേരും പറഞ്ഞാൽ വരുന്നത്. അല്ലാതെ ഞാൻ പ്ലാവാന്ന് പറഞ്ഞൊന്നും വെളിപ്പെട്ടിട്ടില്ല, ഞാൻ പിന്നെ ആഞ്ഞിലാന്ന് പറഞ്ഞൊന്നും വെളിപ്പെട്ടിട്ടില്ല. പറഞ്ഞതെല്ലാം മരിച്ചുപോയ പലരുടെയും പേരും പിന്നെ അല്ലാണ്ട് പലതും പറഞ്ഞ പേരുകളൊക്കെ വെളിപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആത്മാവുള്ളത് എനിക്കും നിങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ട് തമ്പുരാൻ പറയുന്നു ആത്മാവിന് ഫലമുണ്ട്. എന്തുണ്ട്? ആത്മാവ്. അടുത്തിരിക്കുന്ന ഉറങ്ങുന്നവരൊക്കെ കൈ പിടിച്ചിട്ട് പറ, ആത്മാവിന് ഫലമുണ്ടെന്ന് പറ. അയ്യോ, ചിലരൊക്കെ ഞെട്ടി എഴുന്നേക്കും. എന്തുണ്ടെന്ന്? ഹല്ലേലൂയ. ആത്മാവിന് എന്തുണ്ട്? ഫലമുണ്ട്. അപ്പോൾ ഇത്രയും ഫലം ഉണ്ടെങ്കിൽ ഈ ആണ്ട് നിങ്ങളെ വെട്ടില്ല. ഈ ആണ്ടും വെട്ടില്ല, അടുത്ത ആണ്ടും വെട്ടില്ല. ചിലർ 100 വയസ്സ് വരെ ജീവിക്കും. ഒരു ആൻറ്റി മാത്രം കൈ വയ്ക്കുക, അല്ലേ പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് ഇത്തിരി പെയ്യാ മതി എന്നാണ്. ഹല്ലേലൂയ. 100 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾക്കും നമുക്ക് ജീവിക്കാം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, നമ്മൾ ജീവിക്കും. വേണ്ടാത്തവർക്ക് വേണ്ട. ഹല്ലേലൂയ. അല്ലേ? ആത്മാവിൻ്റെ ഫലം. അപ്പോൾ ആത്മാവിന് എന്തുണ്ട്? ഫലമുണ്ട്. ഇനി ആത്മാവിൻ്റെ ആദ്യത്തെ ഫലം. ഇതിനെ കുറേ ഫലങ്ങളുണ്ട്. അതാണ് ഈ ആത്മാവിൻ്റെ പ്രത്യേകത. തെങ്ങിൽ തേങ്ങ മാത്രം കായ്ക്കുന്ന പോലെ ഒതുങ്ങത്തില്ല, ഇതിനകത്ത് കുറേ ഫലങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒന്നാമത്തെ ഫലം എന്തുവാ? സ്നേഹം. എന്തുണ്ട്? എല്ലാവർക്കും സ്നേഹമുണ്ടോ? മുഖം നോക്കട്ടെ, കാണുമ്പോഴേ അറിയാം സ്നേഹമുണ്ട്. അത് ചിലരോട് മാത്രം. ഇന്ന് രാത്രി കർത്താവ് പറയുക, പുതിയ വർഷത്തിലേക്ക് കയറുന്നതിന് മുമ്പ് സ്നേഹം ഉണ്ടാകണം. യേശുക്രിസ്തു പറഞ്ഞത് എങ്ങനെയാ? നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ ശിഷ്യന്മാരാണെന്ന് നാട്ടുകാരറിയും. പ്രജിപ്പാസ ശിഷ്യനല്ല, പിന്നെ യേശുവിൻ്റെ ശിഷ്യനെന്ന്. അത് പറയാൻ ഇത്തിരി മടിയുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. ഇനിയിപ്പോൾ അങ്ങനെ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ പോകുന്നതാണ് നല്ലതെന്ന്. കോടാലി വരുവേ. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഒന്നാമത്തെ ഫലം എന്ന് പറഞ്ഞ സ്നേഹം, അല്ലേ? എല്ലാവരെയും സ്നേഹിക്കണം. ആരോടും വെറുപ്പ് പാടില്ല, ആരോടും വിദ്വേഷം പാടില്ല. സ്നേഹം ഒരുപോലെ എല്ലാവരോടും ഉണ്ടാകണം. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ. അല്ലേ? അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് എല്ലാവരെയും സ്നേഹിക്കണമെന്ന് പറ. എല്ലാവരെയും സ്നേഹിക്കണം. ഒരു പ്രത്യേക ആളിനെ മാത്രമല്ല, എല്ലാവരെയും സ്നേഹിക്കണം. 2 പേരെ മാത്രമല്ല, എല്ലാവരെയും സ്നേഹിക്കണം. 5 പേരെ മാത്രമല്ല, എല്ലാവരെയും സ്നേഹിക്കണം. പറഞ്ഞല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ ഫലം സ്നേഹം. ഇനി രണ്ടാമത്തെ ഫലം എന്തുവാ? സന്തോഷം. സന്തോഷമുണ്ടോ? അത് പിന്നെ പറയണ ഭാഷ, അത് മാത്രം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സന്തോഷം. രണ്ടാമത്തെ ഫലം സന്തോഷം. വലിയ വിവരണം ഒന്നും നമുക്ക് ആവശ്യമില്ല. സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി സന്തോഷത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്നാ പ്രത്യേകത? സന്തോഷം പകരും തോറും കൂടും. അങ്ങനൊരു പ്രത്യേക സന്തോഷത്തിനുണ്ട്. നിങ്ങൾ അറിയോ അത്? അപ്പം ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക, വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം എൻ്റെ മനസ്സിനകത്ത് എന്തോ ഒരു സന്തോഷം ലഡുപൊട്ടിയതാണ്. ഞാൻ ഈ 2 പിള്ളേരെ വിളിച്ചിട്ട്, മക്കളെ ഞാൻ ചിരിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 2 പേരും ചിരിക്കില്ലേ? ചിരിക്കില്ലേ? അപ്പോൾ അതിൻ്റെ അടുത്ത് സന്തോഷം പകർന്നാൽ, ഇപ്പോഴും മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇത് 4 പേരോട് പങ്കുവെച്ചാൽ അത് കൂടിക്കൊണ്ടിരിക്കും. അതാണ് സന്തോഷത്തിൻ്റെ പ്രത്യേകത. എന്നാ തന്നെ നിങ്ങൾ കോമഡിയൊക്കെ എടുത്ത് വെച്ച് കാണുന്നത്? ചിരിക്കാൻ, സന്തോഷിക്കാൻ. അങ്ങേര് മാത്രം ചിരിച്ചാൽ പോരാ, നമുക്കും ചിരിക്കണം.
അതുകൊണ്ടല്ലേ സന്തോഷം പകരും തോറും കൂടും. അത് പോട്ടെ, അതിൻ്റെ വിഷയമല്ല. അപ്പം രണ്ടാമത്തെ ഫലം എന്ന് പറയുന്നത് എന്തുവാണ്? സന്തോഷം. അപ്പം എൻ്റെയും നിങ്ങൾ വന്ന് ഞാനും നിങ്ങളൊന്നും വൃക്ഷത്തിനകത്ത് എന്തുണ്ടാകണം? സന്തോഷം ഉണ്ടാകണം. ഇനി മൂന്നാമത്തെ ഫലം എന്നതാ? സമാധാനം. സമാധാനം ഉണ്ടോ? കുറച്ചുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഉള്ള കാര്യം അതുപോലെ പറയുന്നതന്നെ സ്തോത്രം. സഹോദരന്മാരെ, സമാധാനം ഉണ്ടോ? ഉണ്ടെന്ന് നാട്ടുകാരിൽ ആരോ പറയുന്നത് ഞാൻ കേട്ടു. തമാശ പറഞ്ഞല്ല. ഇടയ്ക്കൊരു ബ്രദറിനെ കണ്ടപ്പോൾ, എങ്ങനെ നടന്നതാ നിങ്ങൾ? ഓ, ഇപ്പോൾ പുള്ളിക്കാരൻ ഒതുങ്ങിപ്പോയിന്ന്. കഴിഞ്ഞ ആഴ്ച കേട്ടതേ ഉള്ളൂ ഞാൻ. അതുപോലെ കേൾക്കണം സാക്ഷ്യം. ആമേൻ. വാ തുറന്ന നല്ല വർത്താനം പറയില്ലായിരുന്നെന്നാ പുള്ളി പറഞ്ഞേ. പല പ്രശ്നങ്ങളും ഉണ്ടാക്കി തല്ലും കൂടി നടക്കുന്നുവെന്ന, തല്ലും കൂടി നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നെന്നാ പുള്ളി പറഞ്ഞേ. പക്ഷെ പാസ്റ്റർ, നിങ്ങൾ പുള്ളിയെ ഒതുക്കിയല്ലോ എന്നാ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനല്ല ഒതുക്കിയ, കർത്താവാ. നിങ്ങളുടെ ഒരു നാട്ടുകാരന്, പേര് പറയുന്നില്ല, ലൈവ് കൊടുക്കുക. ഹല്ലേലൂയ. ഇടയ്ക്ക് എന്നെ കാണാൻ വന്നു. പള്ളിയിലൊന്നതല്ല, എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ പറഞ്ഞത്. എന്ത് വേണം? മൂന്നാമത്തെ എന്താ പറഞ്ഞേ? എല്ലാവർക്കും സമാധാനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? ഇനി സമാധാനം ഉള്ളവരല്ല ഭാഗ്യവാന്മാർ. ആദ്യം പിടികിട്ടണം. ഗിരിപ്രഭാഷണത്തിൽ യേശുക്രിസ്തു പറഞ്ഞൊരു വാക്കുണ്ട്, മത്തായി 5 എന്നതാ? സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ഉള്ളവരൊന്നും അല്ല. പിന്നെ ഉണ്ടാക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു നോക്ക്, ഉണ്ടാക്കുമെന്ന് ചോദിച്ചു നോക്ക്. സമാധാനം. ഉത്തരം നിങ്ങളുടെ ചുണ്ടിൽ ഞാൻ കണ്ടു. നിങ്ങളുടെ മുഖത്ത് ഞാൻ ഉത്തരം കണ്ടു കഴിഞ്ഞു. നിങ്ങളുടെ ചോദ്യമേ ചോദിച്ചപ്പോൾ മനസ്സിലായി, ഇത് മിക്കവാറും സമാധാനം ഉണ്ടാക്കുന്ന പാർട്ടികളാണ്. കർത്താവ് പറയുക, സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. രണ്ടുപേര് തമ്മിൽ ഇച്ചിരി റൈസായി വരുമ്പോൾ നമ്മൾ അടങ്ങെന്ന് പറയുമോ അതോ നടക്കട്ടെ, ഇന്ന് കണ്ടിട്ടാണ് ബാക്കി കാര്യം. കഥ പറയുക, സമാധാനം എന്ന ഫലം ഉണ്ടാകണം. ഇടയ്ക്കൊരു ബ്രദർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമ്മുടെ നാട്ടുകാരെ തന്നെ, കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ നോക്കിയുണ്ടോന്നില്ല. ഇത് 5ാമത്തെ ഫോണാണ് പാസ്റ്ററെ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത് എൻ്റെ ഭാര്യയ്ക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു, എല്ലാം ഇങ്ങനെ പറവറ ഇല്ലാതാവുകയാണ്? ഇല്ലാതാവുന്നതല്ല, ഒരൊറ്റ പ്രശ്നം വരും, എടുക്കും, ഒരൊറ്റയടി, പിന്നെ അതൊന്നിനും കൊള്ളുകയില്ല. സിം മാത്രം കിട്ടും, ബാക്കിയെല്ലാം പോകും. നല്ല സമാധാനം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള സമാധാനമുള്ള ആരെങ്കിലും ഉണ്ടോ? സമാധാനം ഉണ്ടാക്കുന്നവർ? ഇങ്ങനെയുള്ള സമാധാനം ഉണ്ടാക്കാതെ പൈസ നഷ്ടമാണ്. ഞാനിങ്ങനെ ചിന്തിക്കും, കർത്താവ് ഇങ്ങനെ എന്തിനാ സമാധാനം ഉണ്ടാക്കുന്നത്? അപ്പോൾ കർത്താവിനോട് ഇതാ, അത് പുള്ളിക്കാരൻ്റെ കൊടുക്കേണ്ട അടിയാണ്, ഇത് തറയിലിട്ട് തടിച്ചത്. അപ്പോൾ ഇങ്ങനെ സമാധാനം ഉണ്ടാക്കുമ്പോൾ ധനനഷ്ടം ഉണ്ടാകും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. അപ്പോൾ സമാധാനം എന്ന ഫലം നമ്മളെന്ന വൃക്ഷത്തിൽ വേണം. ഉണ്ടോ? ഉണ്ടാകണം, ഉണ്ടാക്കണം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അടുത്ത എന്നാ പറഞ്ഞേ? എല്ലാവർക്കും ഉണ്ടോ അത്? ഉത്തരം പോലും ഇല്ല. അടുത്തിരിക്കുന്ന ആളിനെ ചോദിച്ചു നോക്ക്, ദീർഘക്ഷമ ഉണ്ടോ? കൈ കൊടുത്തു വരും, വിളിച്ചു വരും, ചോദിക്കുന്നത് ദീർഘക്ഷമ ഉണ്ടോ? നീ വരും. മോൻ കണ്ടപ്പോൾ മനസ്സിലായി, അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയിട്ട് ദീർഘക്ഷമ ഉണ്ടോ പാസ്റ്ററെ? നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് മുഖത്ത് നോക്കാതെ നിனைக்கிறேன். മുഖം ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കും, ഇല്ലാത്തവർ മുഖത്ത് നോക്കാതെ സംസാരിക്കും. അതല്ലേ സൈക്കോളജി. കള്ളത്തരം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ഹല്ലേലൂയ. കർത്താവ് പറയാ, ദീർഘക്ഷമ നമുക്ക് വേണം. നമുക്ക് ക്ഷമയൊക്കെ ഉണ്ട്. എങ്ങനെ ക്ഷമിക്കും? 1 പഴച്ച 3. അത് കഴിഞ്ഞ പിന്നെ ക്ഷമയ്ക്കൊരു നെല്ലിപ്പലകയുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അല്ലേ? എല്ലാവരും ക്ഷമയുണ്ടല്ലോ. വെറും ക്ഷമയല്ല, ദീർഘക്ഷമ. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് യേശു പറഞ്ഞേ? മക്കളെ, എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞു? നിങ്ങൾ കഥ പറഞ്ഞോണ്ടിരി. 70 വട്ടം. 70 വട്ടം. 70 എന്ന് പറയുമ്പോൾ 7 × 70 സമം. ഞാൻ അവിടെ ഈ കാര്യം പറഞ്ഞപ്പോൾ ഒരാൾ 4900 പ്രാവശ്യം ഒന്ന് ലൈവ് ഉണ്ട്. ദൈവമേ, ആ
കൊച്ചത് കേൾക്കുമെന്ന് പോട്ടെ. 490, 7 × 70 = 490. അപ്പോൾ 80 വയസ്സിനിടയ്ക്ക് 490 ക്ഷമിച്ചാൽ മതിയോ? ഒരൊറ്റ വിഷയം വരുമ്പോൾ 490 പ്രാവശ്യം അങ്ങ് ക്ഷമിക്കേ. അങ്ങനെ നിങ്ങളുടെ ഊപ്പാട് വരും. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കേണ്ടത് 3 പ്രാവശ്യം ക്ഷമിച്ചു, ഇനി പറ്റത്തില്ലെന്ന്. കർത്താവ് പറഞ്ഞു 70 വട്ടം ക്ഷമിക്കണം. ആമേൻ. അല്ല, അങ്ങനെ ക്ഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കള്ളം പറയണ്ട, ഞാൻ അങ്ങനെ പൊക്കിയതല്ല, നിങ്ങൾ ചോദിച്ചതാ. 70 വട്ടം ക്ഷമിക്കണം. ഇത് പറഞ്ഞതാരാ? യേശു ക്ഷമിച്ചോ? എന്താ സംശയം? ക്ഷമിച്ചു. യേശുവിൻ്റെ ക്ഷമ എങ്ങനെയായിരുന്നു? കവളിലെ രോമം നുള്ളി വലിച്ചവനോട് യേശു എന്താ പറഞ്ഞേ? കാണിച്ചു തരാന്നല്ല പറഞ്ഞു. പിന്നെ ഒന്നും മിണ്ടിയില്ല. മിണ്ടിയോ? നമ്മുടെ കയ്യിൽ നിന്നൊരു രോമം അടുത്തിരിക്കുന്ന കൊച്ചു വലിച്ച എന്ത് ചെയ്യും മക്കളെ? അവസരം കിട്ടുമ്പോൾ ഒന്നിന് പകരം 2. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? അവൻ അവസരം കിട്ടിയാൽ നമ്മളും തിരിച്ച് ഇവിടെ നിന്ന് ഒരു മുടിയെ വലിച്ചെങ്കിൽ നമ്മൾ 2 വലിക്കും. ഹല്ലേലൂയ. ശരിയല്ലേ? കറക്റ്റ്. എനിക്കറിയാം. കർത്താവ് പറയുക അത് പാടില്ല. യേശുവിൻ്റെ ക്ഷമ എങ്ങനെ അറിയോ? ഈ രോമം പിടിച്ച് പറിച്ചിട്ടും തമ്പുരാൻ മിണ്ടാതിരുന്നു. മുട്ടി ചുരുട്ടി കണ്ണ് ഇടിച്ചിട്ടും യേശു മിണ്ടാതിരുന്നു. തലയിലൊരു കിരീടം വെച്ചു. ഏത് കിരീടമാണ്? അതും വെച്ചിട്ട് യേശു മിണ്ടിയില്ല. വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി. ദെൻ 1 കുറേ 40 അടി യഹൂദന്മാരുടെ ചാട്ടവാറ് കൊണ്ട് യേശുവിൻ്റെ ശരീരത്തെ ഉഴവുചാല് പോലെ കയറി. മിണ്ടിയില്ല. പച്ചക്കാരിരുമ്പാണി കൈയും കാലും തുളച്ച് മരത്തെ തറച്ചിട്ടും കരഞ്ഞതല്ലാതെ മിണ്ടിയില്ല. എല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് കിടക്കെ കിടന്നു. ആ ക്രൂശേ കിടന്നിട്ട് ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളാണ് അങ്ങനൊരു സിറ്റുവേഷനിൽ കിടക്കുന്നതെങ്കിലോ അപ്പോഴും ഈ മീറ് പറയുന്ന പോലെ പറയും, ഇറക്കി വിട്, എങ്കിൽ ഞാൻ കാണിച്ചു തരാം അല്ലേ? എങ്ങനെങ്കിലും ഇവിടെ നിറങ്ങാൻ പറ്റിയ. ശേഷം എന്നാ പറഞ്ഞറിയാമോ? കീറിട്ട് ആദ്യം പറഞ്ഞ വാക്ക്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവരറിയായികയാൽ. വാവ്, ഇതാണ് ക്ഷമ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് പറഞ്ഞു, ദീർഘക്ഷമ എന്ന ഫലം ഇതുപോലെ പുറത്തു വരട്ടെ. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ക്ഷമ ദീർഘക്ഷമയായി മാറട്ടെ. 1, 2, 3 തവണ കഴിഞ്ഞ് ക്ഷമ നശിക്കുന്ന അനുഭവമല്ല, ദീർഘക്ഷമയുണ്ടാകട്ടെ. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദീർഘക്ഷമ. അടുത്തെന്നാ പറഞ്ഞേ? ദയ. ദയ ഉണ്ടോ എല്ലാവർക്കും? ഒരു ഭിക്ഷക്കാരനെ കണ്ടാൽ 5 രൂപയെങ്കിലും കൊടുക്കാൻ ഒരു ദയ ഉണ്ടാവണമല്ലോ. ഉള്ളവർക്കായി സ്തോത്രം. വിവരിപ്പാൻ എനിക്ക് സമയമില്ല, പെട്ടെന്നൊട്ടൊന്ന് ഞാൻ പോവുക. ദയ. എല്ലാവരോടും ദയ കാണിക്കണം. ഒരുത്തിന് ഭക്ഷണം ഇല്ലെന്ന് തോന്നിയാൽ അവന് ഭക്ഷണം കൊടുക്കാൻ ഒരു ദയ ഉണ്ടാവണം. ഒരുത്തിന് വസ്ത്രം ഇല്ലെന്ന് തോന്നിയാൽ അവന് വസ്ത്രം കൊടുക്കാൻ ഒരു ദയ ഉണ്ടാവണം. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. ആമേൻ. ദയ. നമുക്കറിയാം, നമുക്കത് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ദയ. അടുത്തന്നെ പറഞ്ഞേ? പരോപകാരം. അതിനാ സാധനം. ഇവിടെ നമുക്കേ ഉപകാരമില്ല, പിന്നെയാണ് പരോപകാരം. പരോപകാരം. അന്യർക്ക് ഉപകാരം ഉണ്ടാകണം. നമ്മളെല്ലാം എന്നല്ല, ചിലര് അന്യർക്ക് ഭയങ്കര ഉപദ്രവമായിരിക്കും. ഇവിടെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? ഉണ്ടെങ്കിലും കൈവെക്കൂലല്ലോ. ചുമ്മാ എന്തിനാ ട്രെയിൻ്റെ അടി കൊണ്ട് തല വയ്ക്കണമെന്നാണ് ചോദിക്കുന്നത്. ആമേൻ. പരോപകാരം. ഒരു 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 ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ പദ്യമൊക്കെ പഠിക്കുമെന്ന്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പണ്ടൊരു കവി പറഞ്ഞ കാര്യമാണ്. പോട്ടെ. അപ്പോ പരോപകാരം, അന്യന് ഉപകാരം ഉണ്ടാകണം. നമ്മളെ കൊണ്ട് പലർക്കും എന്തുണ്ടാകണം? ഉപദ്രവോ? അത് തന്നെ, ഉപകാരം ഉണ്ടാകണം. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തുണ്ടാകണം? ഉപകാരം ഉണ്ടാകണം. ആമേൻ. പരോപകാരം അല്ലേ? അടുത്തെന്നാ പറഞ്ഞേ? വിശ്വസ്തത. അറിയാമല്ലോ സാധനം. എന്ത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചാലും അത് വിശ്വസ്തതയോടെ കൈകാര്യം ചെയ്യണം. അതിൽ നമ്മൾ കറക്റ്റായിരിക്കണം. അത് സമ്പത്താകട്ടെ, ജോലിയാകട്ടെ,
ഏൽപ്പിക്കുന്ന ദൗത്യങ്ങളാകട്ടെ, എന്തുമാകട്ടെ, ആത്മാവിൻ്റെ ഫലത്തിൽ ഒന്നാണ് വിശ്വസ്തത. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ. വിശ്വസ്തത അല്ലേ? അപ്പോൾ ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നതിൽ ഒന്ന് വിശ്വസ്തതയാണ്. നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം, മനുഷ്യരുടെ മുമ്പിൽ വിശ്വസ്തരായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അല്ലാതെ അവരൊന്നും അറിഞ്ഞില്ല, ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കാര്യം ചെയ്തോളാം ആമേൻ എന്ന് പറയുകയല്ല. ആരറിഞ്ഞില്ലേലും ആര് കണ്ടില്ലേലും നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കട്ടെ. കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയ. കോടാലി വയ്ക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ചുമ്മാ ചിരിച്ചു കളയാനുള്ള കാര്യമല്ല. കോടാലി വയ്ക്കാതിരിക്കണമെങ്കിൽ എന്നാ ചെയ്യണം? വിശ്വസ്തത വേണം. അടുത്തെന്നാ പറഞ്ഞേ? സൗമ്യത. എല്ലാവർക്കും ഉണ്ടല്ലോ. മുഖത്ത് നോക്കി, മുഖത്തേ നോക്കണില്ല. ഇനിയിപ്പോൾ അപ്പുറത്തുള്ളവർ കൂടെ അറിയിക്കുന്നത് എന്തിനാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എനിക്ക് എല്ലാവരും മുഖവും കാണാം. സൗമ്യത. എന്നായി സൗമ്യത എന്ന് പറഞ്ഞാൽ? ബൈബിളിൽ നല്ലൊരു സൗമ്യനായ മനുഷ്യനുണ്ടായിരുന്നു. ആരാ? സൗമ്യനായിരുന്നു. ഓക്കെ. പഴയ നിയമത്തിൽ യെസ്, മോശ ബൈബിളിൽ അതിസൗമ്യനായിരുന്നു. ആ വാക്ക് അങ്ങനെ അവിടത്തേക്കിണേ. വെറും സൗമ്യനല്ല, പുള്ളിയുടെ സ്വഭാവം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വട്ടയടിക്കിടത്തിനെ കൊന്നിട്ട് കുഴിച്ചു മൂടി വെച്ച പുള്ളിയാ. എന്നിട്ട് ബൈബിൾ പറഞ്ഞാൽ അറിയാം, അതിസൗമ്യൻ. ഒരുത്തൻ്റെ ഗതി തിരിയാൻ ഒരുപാട് നേരമൊന്നും വേണ്ട. ഹല്ലേലൂയ. അപ്പം നമ്മൾ വിചാരിക്കും പണ്ട് മുതലേ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. കർത്താവ് തൊടുമ്പോൾ സ്വഭാവം മാറണം. ഹല്ലേലൂയ. കർത്താവ് തൊടുമ്പോൾ എന്ത് മാറണം? സ്വഭാവം മാറണം. ഇപ്പം മോശയ്ക്ക് കിട്ടിയ സാക്ഷ്യം ഭയങ്കര കോപമുണ്ടെന്നല്ല, അവൻ ആദ്യ സൗമ്യനായിരുന്നു. ആമേൻ. കരങ്ങളെ വീഴ്ത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ സൗമ്യത, ആത്മാവിൻ്റെ ഫലം സൗമ്യത. അടുത്തെന്നാ പറഞ്ഞേ? ഇന്ദ്രിയ ജയം അല്ലേ? അത് സാധനം. നമുക്ക് ഇന്ദ്രിയങ്ങളുണ്ട്. എത്ര ഇന്ദ്രിയങ്ങളുണ്ട് മക്കളെ? എത്ര ഉണ്ട് മക്കളെ? 8. ഉറപ്പന്നെ? ഹല്ലേലൂയ. പുറകിലിരുന്ന ആൻറ്റിമാരെ എത്ര ഇന്ദ്രിയം ഉണ്ട്? 5. ഉറപ്പാണ്. ഇടയ്ക്കാരോണ്ട് ഒരു കുട്ടി പറഞ്ഞു 6 ഉണ്ടെന്ന്. അത് വേറെ എന്തോ ആണ്. നമുക്ക് 5 ഇന്ദ്രിയങ്ങളേ ഉള്ളൂ അല്ലേ? 5 പഞ്ചേന്ദ്രിയങ്ങൾ. ഏതൊക്കെയാ പഞ്ചേന്ദ്രിയങ്ങൾ? പറ. കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി. സെൻസ് ചെയ്യാൻ കഴിവുള്ള 5 സാധനങ്ങൾ നമുക്കുണ്ട്. ആമേൻ. ഈ ഇന്ദ്രിയം എന്നല്ല പറഞ്ഞ, ഇന്ദ്രിയ ജയം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ശക്തമായി പറയുക, ഈ സാധനം പലർക്കും പറ്റുന്നില്ല. ലാസ്റ്റിൽ കൊണ്ടിട്ട് കൊടുക്കുന്നൊരു വാക്ക ഇന്ദ്രിയ ജയം. കണ്ണിനെ ജയിക്കണം, കാതിനെ, പറയുന്നില്ലല്ലോ നിങ്ങൾ, കാതിനെ ജയിക്കണം, ത്വക്കിനെ ജയിക്കണം. കേൾക്കുന്നുണ്ടോ? ഇനി ഏതുണ്ട്? മൂക്ക് ജയിക്കണം. പിന്നെന്തുണ്ട്? ഭയങ്കര സാധനം അത്. നാക്കിനെ ജയിക്കുന്നവർ മാത്രം ഒരു സ്വതന്ത്രം പറ. ഒന്നര സ്വതന്ത്രം കേട്ടോ, 1.5 സ്വതന്ത്രം. ഇന്ദ്രിയ ജയം വലിയ പാടാണ്. ചുമ്മാതല്ല കോടാലി കൊണ്ട് തോട്ടക്കാരൻ നടക്കുന്നത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, 2024 നിൽക്കണമെങ്കിൽ ഇന്ദ്രിയ ജയം വേണം. ഹല്ലേലൂയ. ഇതൊന്നല്ല, ഇത് 5 സാധനങ്ങൾ ജയിക്കുന്നതാണ് ഈ ഇന്ദ്രിയ ജയം എന്ന് പറയുന്നത്. കണ്ണിനെ ജയിക്കണം. ആവശ്യമില്ലാത്ത എന്ത് ചെയ്യരുത്? നോക്കരുത്. വേണ്ടാത്തടത്ത് എന്ത് ചെയ്യരുത്? നോക്കരുത്. ദെൻ ആവശ്യമില്ലാത്ത എന്ത് ചെയ്യരുത്? നമ്മളത് മാത്രമേ കേൾക്കൂ. ഇന്നാരുടെ കാര്യം എന്തായി? അയ്യോ, ഏഷണിയും പരദൂഷണവും അപ്പുറത്തോണ്ട് വേണ്ട. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം എങ്കിലും ചോദിക്കും, അവളുടെ കാര്യം എന്നായി? ദൈവവചനം കേൾക്കുമോ? കരങ്ങളെ വിളിച്ചിട്ട് ഹല്ലേലൂയ പറ. വേണ്ടാത്ത കാര്യം കേൾക്കരുത്, വേണ്ടാത്തത് കാണരുത്. അടുത്തന്നാ?
വേണ്ടാത്തത് പറയരുത്. മെയിനായിട്ട് അതും കൂടെ ചിന്തിക്കാം. മൂക്കും തൊക്കും അങ്ങ് വിട്ടേരെ പോട്ടെ. വേണ്ടാത്തത് എന്ത് ചെയ്യരുത്? പറയരുത്. പക്ഷെ അത് മാത്രം പറയരുത്. ഏത്? ഈ വേണ്ടാത്തത് പറയരുത് അല്ലേ? നമ്മുടെ നാവ്, യാക്കോബിൻ്റെ ലേഖനം പറയുന്നൊരു കാര്യമുണ്ട്. നാവ് ചെറിയ അവയവമെങ്കിലും അത് വലിയ കാട് കത്തിക്കും. പല പ്രശ്നങ്ങൾക്കും കാരണം ചെറിയ നാക്കല്ലേ? ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ വീട്ടിനകത്ത്. ശരിയാണല്ലോ. അന്ന് അച്ചായം പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇതെൻ്റെ ചെറിയ നാക്കുകൊണ്ട് 2 വർത്താനം തിരിച്ചു പറഞ്ഞപ്പോഴില്ലേ ബാക്കി പ്രശ്നം കൂടുതലായത്. പിന്നെ നാക്കും ഫൈറ്റായി. സത്യം പറയാമല്ലോ, നാവ് ഒരു ചെറിയ അവയവം എങ്കിലും അത് വലിയ കാട് കത്തിക്കും. പിന്നെ കാട് കത്തിക്കുന്നത് പോട്ട്. യാക്കോബിൽ കിട്ടിയ വെളിപ്പാടെന്ന് പറയുന്നത് നാവ് ചെറിയ അവയവ എങ്കിലും അത് നിന്നെ കത്തിച്ചു കളയും. എങ്ങനെ കത്തിക്കും? അത് നിന്നെ നരകത്തിൽ കൊണ്ടുപോയി കത്തിക്കുന്ന. അതാ യാക്കോബിൻ്റെ വെളിപ്പാട് പറയുന്നത്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, 5 ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നവരായി മാറണം. കരമുയർത്തി ഒരു ഹല്ലേലൂയ. ഞായറാഴ്ച പറഞ്ഞാൽ ഏകദേശം പേരൊക്കെ ഉണ്ട്. ഞായറാഴ്ച അത് പ്രസംഗിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇന്ന് രാത്രി പ്രസംഗിക്കുന്നേ ഉള്ളൂ. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. അപ്പോൾ എന്നാ പറഞ്ഞേ? ഇന്ദ്രിയ ഇത്രയും ഫലങ്ങൾ. അയ്യോ, നമ്മൾ 12 മണിയാകാൻ പോകുക. നിങ്ങൾ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് എനിക്ക് കൺക്ലൂഡ് ചെയ്തിട്ട് പുതിയ വർഷത്തേക്ക് കയറണ്ടേ? ഭാഗ്യം, തീർന്നത് ഭാഗ്യം. ഇനി വിവരിക്കാൻ 2 കൂടെ ഉണ്ടായിരുന്നു, പോട്ടെ. അപ്പോൾ ഇന്ദ്രിയ ജയം, ഈ ഫലങ്ങളുണ്ടെങ്കിലേ അടുത്ത ആണ്ടും കോടാലി വയ്ക്കാതെ ദൈവം നിർത്തത്തുള്ളൂ. മനസ്സിലായെങ്കിൽ ഒരു ഹല്ലേലൂയ കൂടെ പറ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാണ്. ആമേൻ. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞ് കുറച്ച് നമ്മൾ വായിച്ചു. ഈ വായിച്ചത് നമ്മളിൽ ഉണ്ടെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ എന്ത് വയ്ക്കത്തില്ല? കോടാലി വയ്ക്കത്തില്ല. ആ വൃക്ഷത്തെ നിലനിർത്താനിടയായിത്തീരും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരുടെക്ക് വ്യക്തമായി പറയുന്നു, വേണ്ടാത്ത ഫലങ്ങൾ, ആകാത്ത ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഓ റാബാ ശാന്തന റീഗൽ പ്രൗഢിബിരികടക രക്ഷസ്കമനകടകസേ. അവൻ കണ്ണുകളിൽ നിന്നത് മാറട്ടെ, ചിന്തകളിൽ നിന്ന് മാറട്ടെ, ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പഞ്ചേന്ദ്രിയങ്ങളെ ജയിപ്പാൻ പരിശുദ്ധാത്മാവേ അവർക്ക് നീ കരുത്തു കൊടുക്കണം. ഹല്ലേലൂയ. ഇത്രയും ഫലങ്ങളാണ് ഒരു വൃക്ഷത്തിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പം നമ്മൾ ചോദിക്കും, ഇതെല്ലാം കൂടെ ഒരു വൃക്ഷത്തിൽ നിന്ന് വരുമോ? സംശയമില്ലേ? ഉണ്ട്. ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറ. അപ്പം നിങ്ങൾ ചോദിക്കുക, ശാസ്ത്രം എവിടെ തെളിയിച്ചിട്ടുണ്ടെന്ന്? ഒരു ചെടിയിൽ പല കളർ പൂക്കുന്നുണ്ടോ? പല കളർ പൂ ഒരു ചെടിയിൽ വരുന്നുണ്ടോ? കണ്ടിട്ടില്ലേ നിങ്ങൾ? നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കണം. ഒരൊറ്റ ചെടിയിൽ പല കളറിൽ പല കൊമ്പിൽ പൂക്കും. കാരണം അതെല്ലാം ബഡ് ചെയ്തവർ തെളിയിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ നമുക്ക് ഇത്രയും ഫലം ഒരുമിച്ച് കാച്ച? ഹല്ലേലൂയ. വെറൈറ്റിയാണ് മനുഷ്യൻ. പട്ടി പോലെയല്ല, പൂച്ച പോലെയല്ല, നമ്മൾ വെറൈറ്റിയാ. ഇതെല്ലാം കായ്ക്കുമെന്ന് തമ്പുരാൻ അറിയാം. അങ്ങനെയുള്ള വൃക്ഷമായിട്ടാണ് നമ്മളെ നട്ടിരിക്കുന്നത്. ക്രിസ്തുവിനോട് ചേർത്ത് നമ്മളെ ഒട്ടിച്ചിരിക്കുമ്പോൾ ഈ ഫലമെല്ലാം നമ്മിൽ നിന്ന് പുറത്തു വരുമെന്ന് ലേഖനത്തിനകത്ത് പൗലോസ് പറയുമ്പോൾ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, ആത്മാവിൻ്റെ ഫലങ്ങൾ നിന്നിൽ നിന്ന് പുറത്തു വന്നാൽ അടുത്ത ആണ്ട് നിന്റെ ചുവട്ടിൽ വെച്ച കോടാലി പുറത്തു മാറി നിനക്ക് ആയുസ്സിനെ ദൈവം നീട്ടും. ഹല്ലേലൂയ. ആമേൻ. എന്തായാലും നമ്മൾ പുതിയ വർഷത്തിൽ കയറാൻ പോകുമല്ലേ? ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കുമോ? എന്നാ പ്രാർത്ഥിക്കേണ്ടേ? അപ്പാ, ഈ വേണ്ടാത്ത ഫലങ്ങളൊക്കെ, ഞാൻ നല്ല ഫലം മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ, വേണ്ടാത്ത ഫലം പറയാൻ സമയമില്ല. ഏതായാലും ഈ ഫലം കായ്ക്കാൻ എന്നെ സഹായിക്കണം. ആവശ്യമില്ലാത്തതൊക്കെ എന്നിന്ന് പോകണം. ഒരു പുതിയ അനുഭവത്തിൽ പുതുവർഷത്തിൽ കയറണം. ചിലർക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ കാണും. കർത്താവേ, ഞാൻ നന്നാവുകയാണ്. കഴിഞ്ഞ വർഷം എടുത്ത പോലെ എടുക്കരുത്. ഇന്നെടുക്കുന്ന തീരുമാനം എടുക്കുന്നതായിരിക്കണം. ജനുവരി 15 കഴിയുമ്പോൾ തീരുമാനം മാറില്ല. എടുക്കുന്ന തീരുമാനം എടുക്കുന്നതായിരിക്കണം. ഒന്ന് ദൈവത്തോട് പറ, കർത്താവേ, എല്ലാ കണ്ണുകളെയും ഒന്ന് അടച്ചിട്ട് പറ, ഒരു പുതിയ മനുഷ്യനായിട്ട് എനിക്ക് കയറണം. വേണ്ടാത്തതെല്ലാം എന്നിന്ന് പോകണം. വേണ്ടാത്തതെല്ലാം എന്നിന്ന് മാറട്ടെ. വേണ്ടാത്തതെല്ലാം എന്നിൽ നിന്ന് നീങ്ങട്ടെ. റബാ ശന്ധന റിഗൽ കമനഘടക ഷൈഡിബിരി ഘടകസി
പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ആമേൻ, ആകാത്ത ഫലങ്ങളെല്ലാം നിന്നിൽ നിന്ന് മാറണം. ദൈവഹിതമായത്, വചനം പറയുന്നത് നിങ്ങളിൽ പുറത്തു വരണം. റീബൽ പ്രൗഢിമിനി ഘടക രക്ഷസ്കമന ഘടക ശന്ധരാധിയാന. യേശുവിൻ്റെ മഹത്വം ചലിക്കട്ടെ കർത്താവേ. ഒരു ശുദ്ധീകരണം നടക്കട്ടെ. ഇന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന സകല ജീവിതങ്ങളും കർത്താവ് ഒരു ശുദ്ധീകരണത്തിന് കാരണമാകട്ടെ. ഈ വചനം അവരെ ശുദ്ധീകരിക്കട്ടെ. ഈ വചനം അവരെ നന്നാക്കട്ടെ. നല്ല വൃക്ഷം പോലെ നിർത്തട്ടെ. എന്തെങ്കിലും ആകാത്ത ഫലങ്ങൾ, പാപത്തിൻ്റെ ഫലങ്ങൾ, കർത്താവ് ലോകത്തിൻ്റെ ഫലങ്ങൾ അവരിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു, കർത്താവ് അവരുടെ ജീവിതങ്ങളിൽ നിന്ന് അതിനെല്ലാം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അവരൊരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ അനുഭവത്തിൽ പരിശുദ്ധാത്മാവേ അവരെ കൊണ്ടുവരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാ. ആമേൻ. കർത്താവ് അങ്ങനെ ചെയ്യണം. ഏതെങ്കിലും വേണ്ടാത്ത സ്വഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ സമയം പറ, യേശുവേ, ഈ പുതിയ വർഷത്തിൽ ഞാനിനി അത് പറയില്ല, ഞാനിനി അത് ചെയ്യില്ല, എനിക്കിനി അത് വേണ്ട, ഞാനൊരു പുതിയ മനുഷ്യനാകാൻ പോവുക. ചില തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലതാണ്. യെസ്, എൻ്റെ ജീവിതത്തിന് അതൊരു വഴിത്തിരിവായി മാറുന്ന രാത്രിയാകട്ടെ. പറ, ദൈവത്തോട് പറ, ചില നല്ല തീരുമാനങ്ങൾ. കർത്താവേ, പാപം ഞാൻ കളയുകയാണ്. മദ്യപിക്കുന്നത് ഇനി ഞാൻ മദ്യപിക്കത്തില്ല. പുകവലിക്കുന്നവരുണ്ടെങ്കിൽ പറ, ഇനി ഞാൻ പുകവലിക്കത്തില്ല. കള്ളം പറയുന്നവരുണ്ടെങ്കിൽ പറ, ഇനി ഞാൻ കള്ളം പറയത്തില്ല. കർത്താവേ, ഇനി ഞാൻ പാപത്തിലേക്ക് പോകത്തില്ല. ഇനി ഞാൻ ആവശ്യമില്ലാത്ത വാക്ക് പറയത്തില്ല. പറ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പറ, ഇനി ഞാൻ ആവശ്യമില്ലാത്തത് പറയത്തില്ല. ആവശ്യമില്ലാത്തത് നോക്കുന്നുണ്ടെങ്കിൽ പറ, ഇനി ആവശ്യമില്ലാത്തത് നോക്കത്തില്ല. യേശുവേ, ഞാൻ എൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾക്കായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്, എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്, എന്നെ തന്നെ ഒരുക്കുകയാണ്. ഹോളി സ്പിരിറ്റ്, കർത്താവേ, ജീവിതങ്ങളെ ഒരുക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ്